കൊച്ചു പെൺകുട്ടി ഒരു ചത്ത നായയുടെ അടുത്തേക്ക് ചെന്നു. അവൾ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അടുത്ത നിമിഷം നായ അത്ഭുതകരമായി ജീവൻ തിരിച്ചുപിടിച്ചു. എന്നിരുന്നാലും അവൾ ഒരു മൃഗത്തെ പുനരുജ്ജീവിപ്പിക്കുന്നത് ഇതാദ്യമായിരുന്നില്ല. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അവളും അവളുടെ മൂത്ത സഹോദരിയും ഒരു തടാകത്തിൽ മീൻ പിടിക്കുകയായിരുന്നു. അവർ അബദ്ധത്തിൽ ഒരു ചത്ത പക്ഷിയെ കണ്ടെത്തി. അത് കണ്ടിട്ട് അവൾക്ക് വളരെ സങ്കടം തോന്നി. പക്ഷെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഒരു ഇളം കാറ്റ് വീശി പക്ഷിക്ക് ജീവൻ തിരിച്ചു കിട്ടി. അവളുടെ സഹോദരിയും സഹോദരിയുടെ കാമുകനും ഇത് കണ്ട് ഞെട്ടിപ്പോയി. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം പെൺകുട്ടി ഈ കാര്യം മുത്തശ്ശനോട് പറഞ്ഞു. പക്ഷെ അതും വെറും ഇല്യൂഷനാണെന്ന് അവളുടെ മുത്തശ്ശൻ പറഞ്ഞു. അടുത്ത ദിവസം പെൺകുട്ടി തന്റെ സുഹൃത്തിന് ഒരു പെയിന്റിംഗ് സമ്മാനിച്ചു. അവളുടെ സുഹൃത്ത് ഒരു ബാസ്കറ്റ്ബോൾ സ്ലാങ് ഡഗ് അവതരിപ്പിക്കുന്നതാണ് പെയിന്റിംഗിൽ ചിത്രീകരിച്ചത്. ആ കുട്ടി വളരെ സന്തോഷവാനായിരുന്നു. പക്ഷെ ഒരു അപകടം അവന് ജീവിതകാലം മുഴുവൻ തളർത്തിക്കളഞ്ഞതിനാൽ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ആ സമയം ആ പെൺകുട്ടി എന്റെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ഇത്തവണ അത്ഭുതമൊന്നും സംഭവിച്ചില്ല. പിറ്റേന്ന് കുട്ടി ഹോസ്പിറ്റലിൽ പരിശോധനയ്ക്കായി പോയപ്പോൾ അവന്റെ കാൽവിരലുകൾ ചലിക്കുന്നതായി കണ്ടെത്തി. അത് വെറും യാദൃശ്ചികമാണെന്ന് ഡോക്ടർ കരുതി. എന്നിരുന്നാലും ചികിത്സാ മുറിയിൽ നിന്ന് പുറത്തുപോയപ്പോൾ അടുത്ത നിമിഷം കുട്ടി അച്ഛനോടൊപ്പം പുറത്തേക്ക് നടന്നു വന്നു. ഇത് കണ്ട ഡോക്ടർ ആകെ ഷോക്കായി പോയി. കാരണം അത് ശരിക്കും ഒരു മെഡിക്കൽ മിറാക്കിൾ ആയിരുന്നു. ഒരു റിപ്പോർട്ടർ ഇതേക്കുറിച്ച് കേട്ടു. അയാൾ ആ ആൺകുട്ടിയുടെ കഥ ടെലിവിഷനിൽ റിപ്പോർട്ട് ചെയ്തു. പിറ്റേന്ന് രാവിലെ സഹായം തേടി രോഗികൾ നിർത്താതെ ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തി. ഇത് പെൺകുട്ടിയുടെ മാതാപിതാക്കളെ വളരെയധികം ആശങ്കയിലാക്കി. അവളുടെ അച്ഛൻ പറഞ്ഞു, നീ അവരെ രക്ഷിച്ചാൽ നീ ഒരു സാധാരണ പെൺകുട്ടിയാകില്ല. ഇത് പക്ഷേ നിന്റെ ജീവിതത്തെ ബാധിക്കും. പക്ഷേ ദയയുള്ള അവളെ പുറത്തേക്ക് ഇറങ്ങി. അവൾ ഒരു അന്ധയായ പെൺകുട്ടിയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ കൈ പിടിച്ചു. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ധയായ പെൺകുട്ടി പതുക്കെ കണ്ണട നീക്കം ചെയ്തപ്പോൾ പെൺകുട്ടി ഒരു മാലാഖയെ പോലെ പുഞ്ചിരിക്കുന്നത് അവൾ കണ്ടു. പിന്നെ അവൾ ഒരു വികലാംഗ ആൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ആൺകുട്ടിക്ക് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞു. പക്ഷെ നിരന്തരമായ പ്രാർത്ഥനകൾ അവളെ വളരെയധികം തളർത്തി. ഒടുവിൽ അവൾ നിലത്ത് വീണു. അവളുടെ തലച്ചോറിൽ ഒരു ട്യൂമർ ഉണ്ടെന്ന് ഡോക്ടർ അവളുടെ കുടുംബത്തോട് പറഞ്ഞു. അവളുടെ ജീവിതം ഉടൻ അവസാനിക്കും. അദ്ദേഹത്തിന് ദൈവം ഒരു കെട്ടുകഥ മാത്രമായിരുന്നു. എന്നാൽ അവളുടെ മുത്തച്ഛൻ വാർത്ത കേട്ടപ്പോൾ പെൺകുട്ടിയെ രക്ഷിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അദ്ദേഹം നിശബ്ദമായി തടാകത്തിലേക്ക് പോയി. അത് സ്വന്തം ജീവൻ മാറ്റേണ്ടി വന്നാലും അതേസമയം അവളെ രക്ഷിച്ച എല്ലാവരും അവൾക്ക് ചുറ്റും നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ നിമിഷം അവളുടെ അച്ഛൻ ഒരു പെയിന്റിംഗ് കണ്ടെത്തി. അതിൽ അവൾ ദൈവത്തിന്റെ അടുത്തേക്ക് പോകുമെന്ന് പെൺകുട്ടി പ്രവചിച്ചിരുന്നു. എല്ലാവരും ദുഃഖിക്കുമ്പോൾ അവളുടെ സഹോദരി മറ്റൊരു പെയിന്റിംഗ് കണ്ടെത്തി. ദൈവം പെൺകുട്ടിയെ ലോകത്തിലേക്ക് തിരിച്ചയക്കുന്ന ഒരു ചിത്രം. അടുത്ത നിമിഷം പെൺകുട്ടി ശരിക്കും കണ്ണുകൾ തുറന്നു. ഇത് ദയയുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമെന്ന് കഥ നമ്മെ പഠിപ്പിക്കുന്നു.